നമ്മൾ ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ്. ഇതിൽ മ്യൂച്വൽ ഫണ്ടുകളാണ് അതിൻ്റെ അവസാന പോർഷനാണ് ഇന്ന് എടുക്കുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ്സ്, റീസെൻ്റ് ട്രെൻഡ്, ലേറ്റസ്റ്റ് ട്രെൻഡ് ഇൻ ദി മ്യൂച്വൽ ഫണ്ട് ബിസിനസ്. രണ്ട് ടോപ്പിക്കോടുകൂടി ഈ പോർഷൻ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് മെറിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. നമുക്കറിയാം, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക പരിജ്ഞാനവും ആ മാർക്കറ്റിനെ പറ്റിയുള്ള ടെക്നിക്കൽ നോളജും അത്യാവശ്യമാണ്. അതേപോലെ അതിനായിട്ട് ഫലപ്രദമായിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിലേക്ക് കൂടുതൽ സമയവും മറ്റും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം സെക്യൂരിറ്റി മാർക്കറ്റിനെ പറ്റി പരിമിതമായ അറിവുള്ളവരല്ലെങ്കിൽ ഒരു പക്ഷേ അറിവില്ലെങ്കിൽ തന്നെയും അതിനായി മാറ്റിവെക്കാൻ സമയമില്ലെങ്കിൽ തന്നെയും ചെറുകിട നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ചെറു സമ്പാദ്യങ്ങൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് മ്യൂച്വൽ ഫണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളാണ്. ഇതിനുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഫോർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. അവന്യൂ എന്നുള്ള മാർഗം എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഫോർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ സിപ്പിനെ പറ്റി വിശദമായി പഠിച്ചാണ്. ചെറുകിട സമ്പാദ്യങ്ങൾ പതിവായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സിപ്പ് സ്കീമുണ്ട്. മ്യൂച്വൽ ഫണ്ട് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അവർക്ക് പതിവായിട്ട് ഒരു ചെറിയ എമൗണ്ട് ദീർഘകാലം നിക്ഷേപിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് വലിയ മുതൽ മുടക്കായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അവർ റിസ്കുകൾ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ സുരക്ഷിതമായിട്ട് അവരുടെ നിക്ഷേപങ്ങൾ ചെറുകിടക്കാർക്ക് കൂടി സെക്യൂരിറ്റി മാർക്കറ്റിൽ എത്തിക്കുവാനും അതിൻ്റെ ബെനിഫിറ്റുകൾ ഷെയർ ചെയ്യുവാനും മ്യൂച്വൽ ഫണ്ടുകൾ സഹായിക്കുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് സിംപ്ലിസിറ്റിയാണ്. സിംപ്ലിസിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് ലാളിത്യമാണ്. വളരെ ലളിതമാണ് ഓപ്പറേറ്റ് ചെയ്യാൻ. നമ്മൾ അഗാധമായിട്ട് ഈ വിപണിയെ പറ്റിയോ മറ്റതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റിയോ ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ഷെയറിൻ്റെ മൂല്യങ്ങളോ മറ്റൊന്നും നമുക്ക് വിശദമായി അപഗ്രഥിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ വരുന്നില്ല. നമ്മളിതെല്ലാം ആരെ ഏൽപ്പിക്കുകയാണ്? മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഓപ്പറേറ്റേഴ്സിനെ അല്ലെങ്കിൽ അത്തരം കമ്പനികളെ ആ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുകയാണ്. ലളിതമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുക അവരെ ഏൽപ്പിച്ചാൽ മതി. അവരത് ഭദ്രമായിട്ട് എന്ത് ചെയ്യും, നിക്ഷേപിക്കുന്നതായിട്ട് കാണാം. മൂന്നാമത് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക് ആണ്. വൈവിധ്യമാർന്ന നിക്ഷേപ രീതികൾ, വിവിധ തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ, വിവിധ തരത്തിലുള്ള സെക്ടറുകളിലേക്ക് പണം നിക്ഷേപിക്കപ്പെടുന്നതിനാൽ ഒരു മേഖലയിലെ നഷ്ടം മറ്റു മേഖലയിലെ ലാഭം കൊണ്ട് കവർ ചെയ്യപ്പെടുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? നഷ്ടം പരമാവധി കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സ്വഭാവമുള്ള വ്യത്യസ്തമായ ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള വിവിധ തരം സെക്യൂരിറ്റീസിലേക്കാണ് ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നാലാമത് പറയുന്നത് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ആണ്. നമ്മളൊന്നും അറിയണ്ട, നമ്മൾ അടയ്ക്കുവാൻ തയ്യാറായിരിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കുവാൻ താല്പര്യമുള്ള തുക അവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഏത് സ്കീമാണോ ആ സ്കീമിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ ആ തുക അവരെ ഏൽപ്പിച്ചാൽ മതി. അവർ കൃത്യമായിട്ടത് മാനേജ് ചെയ്യും. സാമ്പത്തികമായിട്ട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ മൂലധന വിപണിയെപ്പറ്റി അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് വിപണിയെപ്പറ്റി അഗാധമായ പാണ്ഡിത്യമുള്ള ഫണ്ട് മാനേജേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫണ്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെടുന്നത്. അപ്പം കുറഞ്ഞ ചിലവിൽ നമുക്ക് എന്ത് കിട്ടുന്നു? വിദഗ്ധ സേവനം ഈ മേഖലയിൽ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ്. അടുത്ത ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റിയെ പറ്റി അഞ്ചാമത് പറയുന്നത് ലിക്വിഡിറ്റിയെ പറ്റിയാണ്. ലിക്വിഡിറ്റിയെ പറ്റി നമ്മൾ വളരെ നേരത്തെ
മെയിൻ ടോപ്പിക്കിലെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ഒരു പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ ഒരു അസറ്റിന് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിക്ക് അതിനെ പണമാക്കി മാറ്റുവാനുള്ള അതിൻ്റെ ക്രയശേഷിയാണ് എന്ത് പറയുന്നത് നമ്മൾ ലിക്വിഡിറ്റി കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ സെക്യൂരിറ്റി പെട്ടെന്ന് വിറ്റഴിക്കുവാൻ അത് പണമാക്കി മാറ്റാൻ, അതായത് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അസറ്റുകൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ യൂണിറ്റുകൾ വിറ്റഴിച്ചതിനെ പെട്ടെന്ന് പണമാക്കാൻ കഴിയുന്നു. ആറാമത് പറയുന്നത് ഹയർ റിട്ടേൺസ് ആണ്. ഹയർ റിട്ടേൺസ് സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ എന്ത് ചെയ്യുന്നു, ഒരു വലിയ തോതിലുള്ള, ഉദാഹരണമായിട്ട് എപ്പോഴും നമ്മുടെ ബെനിഫിറ്റ് ബാങ്ക് പലിശയേക്കാൾ ഉയർന്നിരിക്കണമെന്നാണ്, ഉയർന്ന തരത്തിലുള്ള റിട്ടേൺ ഈൽഡ് ചെയ്യുവാൻ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലൂടെ സാധിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ എന്താണ്, ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണെങ്കിൽ പോലും സാധാരണയായിട്ട് വളരെ വലിയ റിട്ടേൺ, പ്രതിഫലം അല്ലെങ്കിൽ നമുക്ക് ഏണിങ്സ് ഇത് നേടിത്തരുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ അത് വരുമാനമായിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷനായിട്ട് നമുക്ക് ലഭ്യമാകുന്നതായിട്ട് കാണാം. ഏഴാമത് പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലവാരം നിൽക്കുന്ന ആളുകൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അവരുടെ നികുതി ബാധ്യത കുറച്ചു കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഇൻകം ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് വരുന്ന അവർ ഒടുക്കേണ്ട നികുതി, ആ നികുതിയിൽ അവർക്ക് ഈ നിക്ഷേപങ്ങളിലൂടെ നമ്മൾ പണം സെക്യൂരിറ്റി മാർക്കറ്റിൽ എത്തിക്കുക വഴി ധാരാളം ഇളവുകൾ നമുക്ക് ലഭ്യമാകുന്നു. അപ്പം മറ്റൊന്നുമല്ല, ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപങ്ങൾക്ക് എന്തുണ്ട്, ചില ഇളവുകൾ ലഭ്യമാണ്. അപ്പം ഉയർന്ന വരുമാനമുള്ളവർക്ക് അവരുടെ നികുതി ബാധ്യത ക്രമീകരിക്കുവാൻ, പ്ലാൻ ചെയ്യുവാൻ, ആസൂത്രണം ചെയ്യുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അടുത്ത എട്ടാമത് പറയുന്നത് ഈസ് ഓഫ് കമ്പാരിസൺ ആണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ റാഷണൽ ഡിസിഷനാണ് എടുക്കുക, വളരെ യുക്തിയായിട്ട് ചിന്തിച്ചും മറ്റുമാണ് അവർ മാർക്കറ്റിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി ഏറ്റവും ഫേവറബിളായിട്ട് വിവിധ തരത്തിലുള്ള സെക്യൂരിറ്റീസ് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും അഭികാമ്യമായ സെക്യൂരിറ്റികളിലായിരിക്കും അല്ലെങ്കിൽ മറ്റുമായിരിക്കും ഇത് നിക്ഷേപിക്കപ്പെടുന്നത്, ഈ ഫണ്ട് നിക്ഷേപിക്കപ്പെടുന്നത്. അടുത്തത് പറയുന്നത് സേഫ് ആൻഡ് ട്രാൻസ്പാരൻ്റ് ആണ്. ഇത് സുരക്ഷിതമാണ്, സുതാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഈ മ്യൂച്വൽ ഫണ്ട് പ്രവർത്തനങ്ങൾ സെബിയുടെ കൃത്യമായ നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമുക്കറിയാം, അതായത് യാതൊരു തരത്തിലുള്ള കൃത്രിമങ്ങളും കാണിക്കുവാൻ ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തെ അനുവദിക്കുകയില്ല. അപ്പോൾ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇടപാടുകൾ വളരെ സുതാര്യമാണ്. കൃത്യമായ റിപ്പോർട്ടിങ്ങും അല്ലെങ്കിൽ കണക്കുകളും ഒക്കെ ധാരാളം ഗവൺമെൻറ് ഏജൻസികൾക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്രിമങ്ങളൊന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നമ്മുടെ നിക്ഷേപങ്ങൾ എന്തായിരിക്കും, സുരക്ഷിതമായിരിക്കും, സുതാര്യമായിരിക്കും. ഈ 9 പോയിന്റുകളാണ് ഇവിടെ നമ്മൾ അഡ്വാൻറ്റേജസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത്. ഇതിന് ഇത്രയേറെ മെച്ചങ്ങളുണ്ടെങ്കിലും ചില പോരായ്മകൾ ഇത്തരത്തിൽപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് നമ്മളിനി പരിശോധിക്കുന്നത് ഡിമെറിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ടാണ്. അതിലൊന്നാമത് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ചെലവുകൾ വളരെ കൂടുതലാണെന്നാണ്. നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നതിന് അത്രയും തുക ചിലവുകൾ അനുബന്ധമായിട്ട് ഇതിനില്ലെന്നാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും മ്യൂച്വൽ ഫണ്ടുകൾക്ക് അതിൻ്റേതായ ചില ചിലവുകൾ ഇൻവെസ്റ്റേഴ്സ് വഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിന് സ്വാഭാവികമായിട്ടും ചിലവുകളുണ്ട്. ഉദാഹരണമായിട്ട് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ കോസ്റ്റ്, കമ്മീഷൻ ബൈയിങ് ആൻഡ് സെല്ലിങ്, നമുക്ക് വേണ്ടി സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അവർ കമ്മീഷൻ ഈടാക്കും. നമ്മൾ മെച്യൂരിറ്റി പീരീഡ് വരെ കാത്തിരിക്കുന്നില്ലെങ്കിൽ അവർക്ക് എക്സിറ്റ് ലോഡെന്നും പറഞ്ഞ്, അതായത് മെച്യൂരിറ്റിക്ക് മുമ്പേ തന്നെ നമ്മൾ ഈ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഈ ഫണ്ട് യൂണിറ്റുകൾ വിറ്റഴിക്കുമ്പോൾ കമ്പനി ഒരു എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ്, ഇങ്ങനെ പലതരത്തിൽപ്പെട്ട കോസ്റ്റുകൾക്കും വിധേയമാണ് നമ്മളുടെ ഇടപാടുകൾ. അപ്പോൾ ഇതിൽ കോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ റിട്ടേൺസ് ആർ നോട്ട് ഗ്യാരൻറ്റീഡ്. രണ്ടാമത് പറയുന്നത്
ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ ഏണിങ്സിൽ ഉറപ്പൊന്നുമില്ല. മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് കാണിക്കുന്ന ചാഞ്ചാട്ടങ്ങൾ, അപ്സ് ആൻഡ് ഡൗൺസ് ബാധകമാണ്. ചില സമയത്തത് നഷ്ടത്തിലേക്ക് വേണമെങ്കിൽ നമ്മളെ കലാശിക്കാം. ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. മൂന്നാമത് പറയുന്നത് ഇത് അൺസെക്വേർഡ് ആണ് ഈ ഇൻവെസ്റ്റ്മെന്റ്. ഇതിന് സെക്യൂരിറ്റീസ് ഒന്നും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ലെ താണ്ട് ഇത്രയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിന് പകരം താണ്ട് ഇന്ന ഈടായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് നഷ്ടം വന്നാൽ ഈ ഈട് വിറ്റ് ഞങ്ങൾ നികത്തും. അങ്ങനത്തെ സമ്പ്രദായമേ ഇല്ല. ഇതിൻ്റെ സെക്യൂരിറ്റിയും ഇത് സെക്യൂർഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ അണ്ടർലൈയിങ് അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടിൽ എന്തില്ല, യാതൊരുവിധ ചാർജ് ഓർ അസറ്റിന്മേൽ ഇതിനില്ല. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമായി നഷ്ടമുണ്ടായാൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി പ്രത്യേക എഫർട്ട് എടുത്തത് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു കാര്യവുമില്ല. മാർക്കറ്റിൻ്റെ സ്പന്ദനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസിനനുസരിച്ചായിരിക്കും നമ്മുടെ ലാഭനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് എന്നർത്ഥം. അടുത്ത നാലാമത്തെ പോയിന്റിൽ പറയുന്നത് കണക്ഷൻ ഈസ് ഇംപേഴ്സണൽ. ഇവിടെ എല്ലാം എന്താണ്, നേരിട്ടല്ല നടക്കുന്നത്. ഇതെല്ലാം എന്താണ്, ഒരു ഇൻഡയറക്റ്റ് വേയിലൂടെയാണ്. നമ്മുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്, നമ്മുടെ യൂണിറ്റുകളെ ബേസ് ചെയ്തിട്ട് അണ്ടർലൈയിങ് അസറ്റ്സ് ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് അദൃശ്യരായ, നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ്, എക്സ്പെർട്ടുകളാണ് ഇത് ചെയ്യുന്നത്. അവരുമായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് നമുക്കിതിനെ നേരിട്ട് കൺട്രോൾ ചെയ്യുവാനുള്ള യാതൊരുവിധ സാഹചര്യങ്ങളും ഇല്ല. അവരെടുക്കുന്ന ഡിസിഷനെ ആശ്രയിച്ചിരിക്കും നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകളും ക്യാപിറ്റൽ അപ്രീസിയേഷനും എല്ലാം തന്നെ. അഞ്ചാമത് പറയുന്നത് നോ ഇൻഷുറൻസ് കവറേജ് എന്നാണ്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് എന്തില്ല, ഇൻഷുറൻസ് കവറേജ് ഇല്ല. സാധാരണയായിട്ട് ഇൻഷുറൻസ് കവറേജ് ഇല്ല. എന്നാൽ സിപ്പിലെ ചില ഓപ്ഷൻസ്, നമ്മുടെ മുന്നിലെത്തുന്ന ചില സമ്പാദ്യ പദ്ധതികളിൽ എന്തുണ്ട്, അത് എടുക്കുന്ന ആളിന് ആ സ്കീമിൽ എന്തുണ്ട്, ഇൻഷുറൻസ് പരിരക്ഷ, ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാറുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അല്ലാതെ അതാണ് മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസിന് അനുസരിച്ച് നഷ്ടസാധ്യതകളുണ്ട്. അതിനൊന്നും ഗ്യാരണ്ടി ഒന്നും ഇല്ല, അല്ലെങ്കിൽ അതിനൊരു ഇൻഷുറൻസ് ഒന്നും തന്നെ ഇല്ല. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇൻഷുറൻസ് കവറേജ് ഇല്ല എന്നർത്ഥം. ആറാമത് പറയുന്നത് ലോസ് ഓഫ് കൺട്രോൾ ആണ്. നേരിട്ട് ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ്മെന്റിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. നമ്മളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അവരുമായിട്ട് നമുക്ക് നേരിട്ട് നിർദ്ദേശങ്ങൾ, ഒരു മാൻഡേറ്റും നൽകാൻ അല്ലെങ്കിൽ നേരിട്ട് നിയന്ത്രിക്കുവാൻ പറ്റുന്നില്ല എന്ന് അതാണ് സത്യം. ഏഴാമത്തതും ലാസ്റ്റ് പോയിന്റിലായിട്ട് പറയുന്നത് ഇനെഫിഷ്യൻസി ഓഫ് ക്യാഷ് റിസർവ് ആണ്. ഇനെഫിഷ്യൻസി ഓഫ് ക്യാഷ് റിസർവ്, അതായത് ഒത്തിരി ഫണ്ട് കരുതലായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ മാറ്റിവെക്കണം. കാരണം സൈമൾട്ടേനിയസ് ആയിട്ട് ധാരാളം നിക്ഷേപകർ ഒരേ സമയം പണം പിൻവലിക്കാനായിട്ട് അവരുടെ മുന്നിലെത്തും. അപ്പോൾ ഇവർ ഭാരിച്ചൊരു തുക, ഒരു വലിയ തുക എന്താണ്, ക്യാഷ് റിസർവ് ആണ്. അത് ഐഡിൽ ഫണ്ടായി പോകും. ആ ഫണ്ട് വേറെ ഇൻകം ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ ആ നഷ്ടവും എന്ത് ചെയ്യണം, ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം കൂടി ഷെയർ ചെയ്യണം എന്നർത്ഥം. അവർക്കായിട്ട് കരുതുന്ന ക്യാഷ് റിസർവ് ഫലപ്രദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിക്ഷേപിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഫലപ്രദമായി നിക്ഷേപിച്ച് അതിൽ നിന്ന് പണം പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം ഫണ്ടുകളെ നമ്മൾ ഐഡിയൽ ഫണ്ടെന്നാണ്. ഒരേ സമയം സൂക്ഷിക്കുക, എന്നാൽ അത് ഉൽപ്പാദനപരമായിട്ട് വിനിയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ ആ ഫണ്ടുകളെ ഐഡിയൽ, അങ്ങനെ വലിയ തുകയാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഐഡിയൽ ഫണ്ടായിട്ട് മാറ്റിവെക്കുന്നത്. പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ പറയാനുള്ളത്, ഇതിൻ്റെ വാല്യുവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ നെറ്റ് അസറ്റ് വാല്യൂ, ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന വ്യതിയാനം അനുസരിച്ചാണ് ഇതിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്. ആ ടോപ്പിക് കഴിഞ്ഞ് ഇനി നമ്മൾ വളരെ ലളിതമായിട്ട് ഈ മേഖലയിലെ പുതിയ ട്രെൻഡ് എന്താണ് എന്ന് പരിശോധിച്ച് ഈ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ കീ ട്രെൻഡ്സ് ഇൻ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്നും പറയാറുണ്ട്. ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ വളരെ വലിയ കുതിച്ചുചാട്ടമാണ് ഈ മേഖലയിൽ കാണുന്നത്. വൻതോതിൽ ഇന്ത്യയിലെ ജനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിട്ട് കാണാം. അത് ഭയങ്കര സുസ്ഥിരമായ വളർച്ച ഈ മേഖല കാണിക്കുന്നു എന്ന് അർത്ഥം. മനസ്സിലായി, എടുത്തു പറയത്തക്ക വളർച്ചയാണ്. ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, AUM എന്ന് പറയും, അസറ്റ് അണ്ടർ മാനേജ്മെന്റ്,
അതിലെ വർധനവ് വളരെ വലിയ വർധനവാണ് ഈ മേഖലയിൽ വന്നിരിക്കുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ആകെ വിറ്റിരിക്കുന്ന യൂണിറ്റുകൾ എത്രയാണോ ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ വാല്യൂ, അതിൻ്റെ പ്രൈസ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആകെ മ്യൂച്വൽ ഫണ്ടിൽ ഇന്ത്യയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക കിട്ടുന്നു. അതിനെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അല്ലെങ്കിൽ AUM ഒരു ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻറ്റു നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ്. ആകെ എണ്ണത്തെ ഒരെണ്ണത്തിൻ്റെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രമാത്രം ഇതിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നമുക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ തോത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതായിട്ട് വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ല, പ്രോഗ്രസീവ്ലി മുകളിലോട്ടാണ് പോകാറുള്ളത്. ഇടയ്ക്ക് ചെറിയ ചെറിയ സ്ലോ ഡൗൺസ് ഉണ്ടാകാറുണ്ട്, എങ്കിലും മൊത്തത്തിലുള്ള ട്രെൻഡ് അപ്വേഡ് തന്നെയാണ്. പിന്നെ ട്രെൻഡിൽ ഒന്നാമത് നമ്മൾ നോക്കുന്നത് റോബസ്റ്റ് AUM ഗ്രോത്ത് ആണ്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റോബസ്റ്റ് AUM ഗ്രോത്ത്. റോബസ്റ്റ് കൊണ്ട് സ്ട്രോങ് AUM ഗ്രോത്ത് ആണ്. പ്രകടമായ വ്യത്യാസം ജൂൺ 2025 അവസാനിക്കുന്ന ആ ഭാഗം പ്രകടമാക്കുന്നത് ഏതാണ്ട് 74.40 ട്രില്യൺ എന്ന് വെച്ചാൽ 74 കോടി ലക്ഷത്തിലധികമാണ് ഈ ജൂണിൽ അവസാനിപ്പിച്ച പാദം. അതായത് ഏപ്രിൽ മെയ് ജൂൺ ഈ വർഷത്തെ ആദ്യത്തെ 3 മാസത്തെ പ്രകടനത്തിൻ്റെ കാര്യം പറഞ്ഞത് വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നാൾക്ക് നാൾ എന്ത് ചെയ്യുന്നു, ഉയരുന്നു എന്ന് മാത്രമല്ല ഇത് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാം. ഇതിൻ്റെ കാരണം എന്താണ്? ഇൻവെസ്റ്റേഴ്സിന് ഈ മേഖലയിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു വിശ്വസനീയമായ വിശ്വസിക്കാവുന്ന ഒരു നിക്ഷേപ മേഖലയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ. രണ്ടാമത് പറയുന്നത് സർജിൻ സിപ്പ്. അതിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിലാണ് കുതിച്ചുചാട്ടം ഉണ്ടാകുക. സർജ് ഉദ്ദേശിക്കുന്ന കുതിച്ചുചാട്ടമാണ്, വലിയ രീതിയിലുള്ള കുതിപ്പാണിതിൽ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ചെറു സമ്പാദ്യങ്ങൾ ഫിക്സഡ് ഇന്റർവെൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ അടയ്ക്കുവാൻ കഴിയുന്നു. അപ്പം സാധാരണ ജനങ്ങളെ പോലും ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് സിപ്പിന്റെ പോപ്പുലാരിറ്റി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത മൂന്നാമത് പറയുന്നത് ഇൻക്രീസിങ് പോപ്പുലാരിറ്റി ഓഫ് പാസീവ് ഫണ്ട്. ഫണ്ടിനെ രണ്ടായിട്ട് തരംതിരിക്കുക, ആക്റ്റീവ് എന്നും പാസീവ് എന്നും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന അണ്ടർലൈയിങ് അസറ്റിൻ്റെ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് നമ്മുടെ നിക്ഷേപങ്ങൾ വ്യത്യാസപ്പെടുത്തുകയോ മാറ്റപ്പെടുകയോ സ്വിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സജീവമായിട്ട് അവിടെ ഒരു ഇടപെടലുണ്ടാകുന്നു ആ ഫണ്ട് മാനേജ്മെൻറ്റിൽ. അപ്പം പിന്നെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആ സെക്യൂരിറ്റികളിന്മേൽ അവർ നിരന്തരമായി അവരെ ഒബ്സർവ് ചെയ്യുകയും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അർത്ഥം. പാസീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ട്രാക്ക് റെക്കോർഡുകൾ കൃത്യമായ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് സൂചികകൾ പ്രകടമാക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ നഷ്ടസാധ്യത കുറവാണ്, ചാഞ്ചാട്ടങ്ങൾ കുറവാണ്. നഷ്ടം ഉണ്ടായാൽ സഹിക്കണം, പക്ഷേ ചാഞ്ചാട്ടങ്ങൾ ഇപ്പോൾ നിഫ്റ്റി അതുപോലെ നമ്മളുള്ള ഇൻഡെക്സുകളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിഫ്റ്റിയുടെ സൂചികയിലുള്ള ഷെയറുകളിലും മറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. റിസ്ക് ഒന്നുമില്ല, നിരന്തരമായിട്ടത് മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പ്രചാരം കൂടി വരുന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ പാസീവ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ പോയിന്റിൽ ഇൻക്രീസിങ് പോപ്പുലാരിറ്റി ഓഫ് പാസീവ് ഫണ്ട്സ്, പാസീവ് ഫണ്ടുകളുടെ പ്രചാരം കൂടി വരുന്നതായിട്ട് കാണാം. അതേപോലെ പ്രൊഡക്റ്റ് മിക്സിൽ വലിയ മാറ്റം. നാലാമത് ഒരു ഷിഫ്റ്റ് ഇൻ പ്രൊഡക്റ്റ് മിക്സ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഡൈവേഴ്സിഫിക്കേഷനാണ്. പല രീതിയിലുള്ള സെക്യൂരിറ്റികളിലേക്ക് ഒരേ സമയം നിക്ഷേപിക്കപ്പെടുന്നു. അതിനെ ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വിറ്റിയും ഡെറ്റും യൂസ് ചെയ്യപ്പെടുന്നു. AUMൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ അതിൻ്റെ ഒരു വലിയൊരു മിക്സ്ചർ, അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് നമുക്ക് കാണാം. അടുത്ത മൾട്ടി അസറ്റ് ആൻഡ് ഡൈവേഴ്സ്, ഇതുമായി റിലേറ്റ് ചെയ്തതിന് ഷിഫ്റ്റ് ഇൻ പ്രൊഡക്റ്റ് മിക്സിലാണ് മൾട്ടി അസറ്റ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതാണ്. പ്യുവർ ഇക്വിറ്റിയോ പ്യുവർ ഡെറ്റോ ഒന്നുമല്ല അവർ നോക്കുന്നത്. പലതരത്തിലുള്ള നമുക്കറിയാം, ചിലത് ലോങ് ടേം ആണ്, ചിലത് ഷോർട്ട് ടേം ആണ്, ചിലത് ഓണർഷിപ്പാണ്, ചിലത് ഡെറ്റാണ്, ചിലത് ഷോർട്ട് ടേം ആണ്. അപ്പം പ്യുവറായിട്ട് ഇക്വിറ്റിയോ പ്യുവറായിട്ട് ഡെറ്റോ മാത്രമല്ല മറ്റ് തരത്തിൽപ്പെട്ട സെക്യൂരിറ്റീസിലേക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും ഒക്കെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണാം.
അഞ്ചാമത്തെ ഇതിൻ്റെ ആധുനിക ഇതിൻ്റെ മേഖലയിലെ ട്രെൻഡിനെ പറ്റി പറയുന്നത് ജിയോഗ്രഫിക്കൽ പെനിട്രേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മെട്രോകളിലും വൻ നഗരങ്ങളിലെയും ജനങ്ങളായിരുന്നു ഈ മേഖലയിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിന് അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് ഇന്ത്യയിൽ വളരെ വലിയ സ്കോപ്പാണ്, വലിയ ഫ്യൂച്ചറാണുള്ളതെന്ന് പറയാം. അപ്പോൾ ഇതിനെ പട്ടണങ്ങൾ താണ്ടി ഇടത്തരം പട്ടണങ്ങൾ, ചെറുപട്ടണങ്ങൾ, ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് മാത്രമല്ല ഇതിലേക്ക് കൂടുതൽ വനിതാ സംരംഭകർ ഇതിലേക്ക് സിപ്പിലൊക്കെ ആണെങ്കിൽ വൻതോതിൽ വനിതകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജിയോഗ്രഫിക്കൽ പെനിട്രേഷൻ ആൻഡ് ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ആറാമത്തത്, ഇതിനെയെല്ലാം എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. റെഗുലേറ്ററി സിസ്റ്റമാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി സിസ്റ്റം നമ്മുടെ രാജ്യത്ത് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കൃത്രിമങ്ങളും അഴിമതികളും പരമാവധി കുറച്ചു കൊണ്ടുവന്ന് സുതാര്യമായ ഒരു വിപണി ഒരുക്കുന്നതിൽ സെബി വിജയിച്ചിട്ടുണ്ട്. വളരെ വലിയ, നമ്മളിപ്പോൾ പറഞ്ഞു വനിതകൾ ഇവിടെ നിക്ഷേപകരിൽ നല്ല ഭാഗമാണെന്ന് പറയുമ്പം എല്ലാവരുടെയും സ്വത്തിന് പ്രൊട്ടക്ഷൻ വേണം. കൂടുതൽ സുതാര്യതയോടെ, കൂടുതൽ ശ്രദ്ധയോടെ, അല്പം കൂടി ഇതിന് ബാക്കിയുള്ളവരെ കൂടി ഇതിൻ്റെ പാതയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഗവൺമെൻറ് ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് ഭയപ്പാട് ഒഴിവാക്കത്തക്ക രീതിയിൽ അവരുടെ നിക്ഷേപങ്ങളെ എത്തിക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ സാക്ഷ്യം വഹിച്ച മറ്റേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഏഴാമത് പറയുന്നത്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് ആ വാക്കിൽ തന്നെ അറിയാം. ഇത് എന്താണ്? IT-യുടെ സാധ്യതകൾ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, ഈ മേഖല, ഈ ബിസിനസ്സിൻ്റെ ഭാഗമാക്കി തീർക്കുന്നതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അത് കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാകുന്നു, കൂടുതൽ ജനകീയമാകുന്നു. നമുക്ക് സ്കീമിൽ ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പേയ്മെൻറ്റ് നടത്താൻ ബാങ്ക് അവിടെ ആ കമ്പനിയിലോ അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് പോകേണ്ട കാര്യമില്ല. UPI ബേസ്ഡ് എന്ത് ചെയ്യാം? ട്രാൻസാക്ഷൻസ്, വിവരങ്ങൾ അറിയാം, ഇൻഫർമേഷൻ കിട്ടും. അപ്പം ഡിജിറ്റലൈസേഷനും ഈ മേഖലയുടെ ഇതുവരെയുള്ള വളർച്ചയ്ക്ക്, ഇനി മുന്നോട്ടുള്ള അതിശയകരമായ വളർച്ചയ്ക്കും എന്താണ്? ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വലിയൊരു ഘടകമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഈ ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.